ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. മുഖ്യമന്ത്രി പിണറായി വിജയനും CPM നേതാക്കളും മലപ്പുറം ജില്ലയെ അവഹേളിച്ചതിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി M സ്വരാജിനോട് 3 ചോദ്യങ്ങളുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയും യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി PK ഫിറോസും. ഞങ്ങളുടെ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള ആളല്ല. ഞങ്ങളുടെ നേതാവുമല്ല. പക്ഷെ PV 9 വർഷക്കാലം ഭരണത്തിൽ പങ്കാളിത്തം ഉണ്ടായിരുന്ന സർക്കാരുകളായിട്ട് PV വാക്കുകൾക്കാണ് പ്രതിഫലിച്ചു കൊടുക്കുന്നതെങ്കിൽ 9 വർഷക്കാലം സർക്കാരിന്റെ ഭാഗമായി നിന്ന് കണ്ടു പറയുന്ന കാര്യങ്ങൾക്ക് ആദ്യം മറുപടി പറഞ്ഞിട്ട് ബാക്കി ഇപ്പൊ പ്രതിപക്ഷത്തിനെതിരായിട്ട് സ്വാഭാവികമായിട്ടും ആ സർക്കാരിന്റെ ഭാഗമായി നിന്നിരിക്കുന്ന ആളുകൾ ആക്ഷേപം ഉന്നയിക്കുമല്ലോ, അത് സ്വാഭാവികമാണല്ലോ. ഇനി അങ്ങനെ ചോദ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ചോദിച്ചോട്ടെ, മലപ്പുറം ജില്ലാ രൂപീകരണത്തിന് ശേഷം ഈ ജില്ലയിലെ കുട്ടികൾ SSLCക്ക് കഷ്ടപ്പെട്ട് പഠിച്ച് പാസ്സാകുമ്പോൾ ഉറക്കമുളച്ചിരുന്ന പഠിച്ച് അവരുടെ അധ്വാനത്തെ പോലെ വൃത്തിയതുകൊണ്ട് ശ്രീ VS അച്യുതാനന്ദൻ അത് കോപ്പിയടിച്ചുണ്ടായ ജയമാണെന്ന് പറഞ്ഞതിനെ പറ്റി എന്താ ശ്രീ M സ്വരാജിന്റെ നിലപാട്? ശ്രീ M സ്വരാജിന് VSുമായിട്ട് പല വിഷയങ്ങളിൽ കൃത്യമായ നിലപാടുണ്ടായിരുന്നല്ലോ. അത് VS തന്നെ പല അവസരത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. കാരണം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ സ്ഥാനാർത്ഥിക്കെതിരായി വ്യക്തിപരമായി പറയാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് സ്ഥാനാർത്ഥിയെ വ്യക്തിപരമായിട്ട് ഞാൻ പറയുന്നില്ല. ഞാൻ ചോദിക്കുന്നത് VSന്റെ ആ നിലപാടിനോട് ഈ സ്ഥാനാർത്ഥിയുടെ നിലപാടെന്താണ്? ഇനിയും ദ ഹിന്ദു എന്ന് പറയുന്ന പത്രത്തിന് അദ്ദേഹത്തിന്റെ ആദർശ നേതാവായ ശ്രീ പിണറായി വിജയൻ കൊടുത്തിരിക്കുന്ന പ്രത്യേക PR അഭിമുഖം, ഏതൊരു അഭിമുഖമല്ല, ഒരു PR അഭിമുഖത്തിൽ മലപ്പുറം ജില്ലയെ ഈ കേരളത്തിന്റെ സ്വർണ്ണക്കടത്തിന്റെ ഹബ്ബാക്കി മാറ്റുന്ന രീതിയിൽ വക്രീകരിച്ചതിനെ പറ്റി എന്താണ് ശ്രീ M സ്വരാജിന്റെ നിലപാട്? ഈ നാട്ടിലെ ജനങ്ങൾ എന്തിനാ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നത്? വോട്ട് ചെയ്ത് കഴിയുന്ന ആളുകളെ തീവ്രവാദികളെന്ന് വിളിക്കുന്ന ആൾക്കല്ലേ ഇവർ ചുമതല കൊടുത്തിരിക്കുന്നത്? അപ്പൊ ഇതിനൊക്കെ മറുപടി പറയട്ടെ. വർത്തമാന കാലത്തുണ്ടായ നമ്മളെ കണ്ണിൽ കണ്ട ഈ സംഭവങ്ങൾക്ക് ശ്രീ M സ്വരാജ് മറുപടി പറയട്ടെ. അന്ന് മറുപടി പറയുന്ന ചോദ്യം അതിന് സ്വാഭാവികമായി ഞാൻ പറയാം. ഒരു ചോദ്യം ചോദിച്ചല്ലോ. അപ്പോ ഒരു നിലമ്പൂർ മുനിസിപ്പാലിറ്റി, നേരത്തെ നിലമ്പൂർ പഞ്ചായത്തായിരുന്നു. നിലമ്പൂർ പഞ്ചായത്ത് നിലമ്പൂർ മുനിസിപ്പാലിറ്റി ആക്കണമോ എന്ന ചർച്ച നടക്കുന്ന സമയത്ത് മുനിസിപ്പാലിറ്റി ആക്കണം എന്നൊരു പക്ഷം, അത് പഞ്ചായത്ത് തന്നെയായി തുടരണമെന്ന് വേറൊരു പക്ഷം. അപ്പൊ പഞ്ചായത്തായി തുടരണം എന്ന നിലപാട് സ്വീകരിച്ചു എന്നതുപോലെയാണോ ഈ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ ജനങ്ങൾ വർഗീയവാദികളാണ് എന്ന് പറയുന്നത്? മലപ്പുറം ജില്ല റവന്യൂ അതിർത്തി, മലപ്പുറം റവന്യൂ ജില്ല വിഭജിച്ച് മലപ്പുറമായി ഒരു ജില്ല ഉണ്ടാക്കണം വേണ്ട എന്ന ചർച്ചകൾ നടക്കുന്ന സമയത്ത് ഒരു നിലപാട് സ്വീകരിക്കുന്നത് പോലെയാണോ ആ ജില്ല രൂപീകരിച്ചതിന് ശേഷം ആ ജില്ലയിലെ ജനങ്ങൾ മുഴുവനും വർഗീയവാദികളാണ് എന്ന് പറയുന്നത്? ഇതിനെങ്ങനെയാണ് സമീകരിക്കാൻ കഴിയുക? ആര് പറഞ്ഞത്? കോൺഗ്രസ്. ആര് പറഞ്ഞു? എവിടെ പറഞ്ഞു? ജനസംഘമാണ് പറഞ്ഞത്. മാത്രമല്ല ജനസംഘവുമായി ചേർന്ന് കേരളത്തിൽ തന്നെ ഒരുമിച്ച് മത്സരിച്ചത് ആരാണ്? കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയല്ലേ? LK അദ്വാനി അടക്കം പാലക്കാട് കൊണ്ടുവന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് മുന്നണിയായി മത്സരിച്ചത് ആരാണ്? ഒരു വിഷയം പറയാം. സോളാർ സമരത്തിൽ BJPയും CPMഉം ഒരുമിച്ച് സമരം ചെയ്തിട്ടുണ്ട്. അത് BJPയും CPMഉം മുന്നണിയായിട്ടാണോ? എങ്കിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് മുന്നണിയാകുന്നത് അതും LK അദ്വാനിയെ, സാക്ഷാൽ LK അദ്വാനി അടക്കം CPMന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ കൊണ്ടുവന്നത് ഈ കേരളത്തിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ച പാലക്കാടാണ്. അപ്പോ ഒരു ജില്ലാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഒരു ജില്ലാ രൂപീകരണം, ഞാൻ പറയാം, കൃത്യമായി പറയാം, ജില്ലാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ല രൂപീകരിക്കണം വേണ്ട എന്ന അഭിപ്രായം നടക്കുന്ന സമയത്ത് ഒരു അഭിപ്രായം പറഞ്ഞതുപോലെ അല്ല ഈ കൃത്യമായി പറഞ്ഞു ജില്ലയിലെ ജനങ്ങളെ. ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത് എന്നാണ്? 67 ചോദ്യം അല്ല ഈ ചോദ്യം 2023 ഈ കാലഘട്ടത്തിലെ ചോദ്യമാണ്.
അല്ലാതെ മരണപ്പെട്ടു പോയ ആര്യാടൻ മുഹമ്മദിനെ കുറിച്ചും അല്ല ചോദിക്കുന്ന ചോദ്യം വളരെ കൃത്യമാണ്. ഇന്ന് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി, ഇന്ന് കേരളത്തിലെ മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രൻ, ഇന്ന് പോളിറ്റ് ബ്യൂറോ അംഗമായ വിജയരാഘവൻ, ഇവരെടുത്ത നിലപാടിനെ തള്ളിപ്പറയാൻ സ്വരാജ് തയ്യാറുണ്ടോ എന്ന് ചോദ്യം ചോദിക്കുമ്പോ 67 66 എടുത്ത നിലപാടിനെ കുറിച്ചാണ് നിങ്ങൾ ഇപ്പൊ ചോദിക്കുന്നത്. ല്ല എന്നും ഞാനെന്ത് പറയാൻ പോയതാണെന്ന് ഒരു മാധ്യമ സമ്മേളനത്തിൽ കൃത്യമായിട്ട് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ PV അൻവറിനെ കാണാൻ പോയതിനെ കോൺഗ്രസ് പാർട്ടി വിമർശിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാം. കാരണം ഒരു അത് ക്ലോസ്ഡ് ചാപ്റ്റർ ആണെന്ന് പറയുന്നത്. പക്ഷേ CPM 9 കൊല്ലക്കാലം ഞങ്ങളുടെ കർണൽ രാജ എന്ന് പറയുന്ന ആളെ കാണാൻ പോയത് എന്തോ ഒരു ഗോപ്യമായ ഏർപ്പാടാണെന്ന് CPM തന്നെ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം നിങ്ങള് 9 കൊല്ലക്കാലം പൂവിട്ട് പൂജിച്ച ആളെ കാണാൻ പോലും കൊള്ളരുതാത്തവനാണ് എന്ന് നിങ്ങൾ പറയട്ടെ. അങ്ങനെ വേണ്ട. ഞാനൊരു മറുപടി പറയുകയല്ലേ. ഞാനൊരു മറുപടി പറയുമ്പോൾ അത് കേട്ടതിന് ശേഷം ദേശാഭിമാനിയുടെ കേരളത്തിലേക്ക് ചോദ്യത്തിന് മറുപടി പറയാം. അങ്ങനെ റിപ്പീറ്റഡായിട്ട് ചോദ്യം ചോദിക്കല്ലേ. അപ്പൊ അത് മനസ്സിലാക്കാം. പിന്നെ അങ്ങയുടെ ചോദ്യം അതൊക്കെ ആരെങ്കിലും ഗൗരവത്തിലെടുക്കും? ശ്രീ VD സതീശൻ ഈ മുന്നണിയുടെ അഭിമാനമായി തന്നെ അദ്ദേഹം തന്നെ ഈ മുന്നണിയെ നയിച്ചു മുന്നോട്ട് തന്നെ പോകും. അങ്ങനെ ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ അദ്ദേഹത്തിന്റെ കണ്ടീഷൻസിലല്ല. അപ്പൊ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയം ഉണ്ടായി, പിണറായിസത്തിനെതിരായിട്ടുള്ള രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ വരാം. അതല്ല, പിണറായിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തെ, പിണറായിസം എന്ന് പറയുന്ന ആശയത്തെ ഒറ്റുകൊടുക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നതെങ്കിൽ അതിനെയും ഞങ്ങൾ തോൽപ്പിക്കും. പിണറായിസം എന്ന് പറയുന്ന വ്യവസ്ഥിതി, ഈ നാടിനെ നശിപ്പിക്കുന്ന പിണറായിസം എന്ന് പറയുന്ന വ്യവസ്ഥിതിയെ എതിരെ നിന്നാൽ അദ്ദേഹത്തിന് കൂട്ട്. അതിനൊരു സേഫ്റ്റി വാൽവായി എന്ന ആ വോട്ടുകളെല്ലാം ഇങ്ങോട്ട് കിടക്കട്ടെ എന്നൊരു സേഫ്റ്റി വാൽവാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നെങ്കിൽ അതിനെയും ഞങ്ങൾ തോൽപ്പിക്കും. ഇങ്ങോട്ട് ഡിമാൻഡ്സ്, UDF-നോട് ഡിമാൻഡ്സ് പറയാൻ അങ്ങനൊന്നുമില്ല. UDF ആകെ കേൾക്കുന്ന സമ്മർദ്ദം, UDF ആകെ കേൾക്കുന്ന ഡിമാൻഡ്സ് അത് ജനങ്ങളുടേത് മാത്രമാണ്. ജനങ്ങളുടെ ഡിമാൻഡ്സ് ഞങ്ങൾ കേൾക്കും. അല്ലാതുള്ള ഒരാളുടെയും ഡിമാൻഡും ഒരാളുടെ സമ്മർദ്ദവും കേൾക്കാൻ പോകുന്നില്ല. അന്നത്തെ ചർച്ചയിലും അദ്ദേഹത്തിന്റെ ഡിമാൻഡ്സിനെ പറ്റിയല്ല സംസാരിച്ചത്. അദ്ദേഹത്തോട് അന്ന് സംസാരിച്ചത് പിണറായിസ വിരുദ്ധ നിലപാടുകളിൽ അങ്ങ് ഉറച്ചു നിൽക്കണം, അങ്ങ് അതിൽ നിന്ന് വ്യതിചലിച്ചു പോകരുത്, അങ്ങയുടെ ട്രാക്ക് എടുക്കരുത്. ഞാൻ പറഞ്ഞ കാര്യത്തിൽ എനിക്ക് ക്ലാരിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഓരോ സമ്മർദ്ദത്തിനും ഒരാവശ്യത്തിനും മുന്നിൽ നിന്ന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹം ഒരു സേഫ്റ്റി വാൽവ് തീർക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പിണറായിസത്തിനെതിരായിട്ടുള്ള മുന്നേറ്റത്തെ ഒറ്റുകൊടുക്കുവാനാണ് അദ്ദേഹത്തിന് ശ്രമിക്കുന്നതെങ്കിൽ പിണറായിസത്തെ തോൽപ്പിക്കും, അദ്ദേഹത്തെ തോൽപ്പിക്കും. നമ്മൾ 9 വർഷക്കാലം CPM-ന്റെ MLA ആയിരുന്ന ഒരാള് 9 വർഷക്കാലം കേരളത്തിലെ പ്രതിപക്ഷം പറഞ്ഞ പിണറായിസം എന്ന് പറയുന്ന ഒരു വലിയ ദുർഭൂതമുണ്ട്. ആ ദുർഭൂതത്തിനെതിരായി അതിന്റെ പലതരം വിക്ടിംസാണ് ഞങ്ങളെല്ലാവരും, ഈ നാട്ടിലെ ജനങ്ങളെല്ലാവരും, നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ. അതിൽ അദ്ദേഹം എടുത്ത നിലപാടുകളിൽ നിന്ന് വ്യതിചലിക്കരുത് എന്നാണ് ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞത്. ആ ക്ലാരിറ്റിയിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. അതല്ല, അതിനെ ഒറ്റുകൊടുക്കുവാനാണ് അദ്ദേഹം ശ്രമിക്കുന്നതെങ്കിൽ അതിനെ തോൽപ്പിക്കും. ഞാനിത് അദ്ദേഹത്തെ കാണുന്നതിന് മുൻപും ശേഷവും എല്ലാം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പിടിക്കുന്ന ഓരോ വോട്ടും CPM-ന് തലവേദനയാകും. LDF റിബലാണല്ലോ. LDF-ന് 2 കാൻഡിഡേറ്റ് അല്ലേ. LDF-ന്റെ സിറ്റിംഗ് MLA കാൻഡിഡേറ്റ് ആണ്, LDF-ന് വേറെ സ്ഥാനാർത്ഥിയാണ്. ആ പിടി അതായത് അൻവർ പിടിക്കുന്ന വോട്ട് ഞാൻ ചോദിക്കുന്നത്, അൻവർ പിടിക്കുന്ന ഒന്നാമത്തെ വോട്ട് തൊട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആർക്ക് കിട്ടിയതാണ്? കോമൺ സെൻസ് വെച്ച് ആലോചിച്ചു. അൻവർ പിടിക്കുന്ന ഒന്നാമത്തെ വോട്ട് തൊട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPM തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടല്ലേ? ആ വോട്ട് കുറഞ്ഞാൽ അത് CPM-നെയാണ് ഒന്നാമതായി ബാധിക്കുക, CPM-നെ തന്നെയാണ് ബാധിക്കുക. പിന്നെ ആ വോട്ടില്ലാതെ ഈ PV അപ്പൊ അങ്ങ് അൻവറിനെ പറ്റി അത്ര ആത്മവിശ്വാസം പറഞ്ഞല്ലോ. അൻവറിന്റെ കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം പോലും അൻവർ തവണ വോട്ടാക്കിയിട്ടില്ല. കഴിഞ്ഞ തവണത്തെ അൻവറിന്റെ ഭൂരിപക്ഷം പോലും അൻവർ തവണ വോട്ടാക്കിയിട്ടില്ല. പറഞ്ഞല്ലോ, അൻവർ പിണറായിസത്തിനെതിരായിട്ട് സംസാരിച്ചാൽ നമുക്ക് അതുകൊണ്ട് നയിക്കപ്പെടുന്നത്. പക്ഷെ അതല്ല, അതിന്റെ സേഫ്റ്റി വാൽവായിട്ട് മാറാനാണെങ്കിൽ അതിനെയും ഞങ്ങൾ തോൽപ്പിക്കും. ഒരു ചർച്ച എം സ്വരാജാണ്. അത് എം സ്വരാജോട് ചോദിക്കും. ഈ നാടിനെ അധിക്ഷേപിച്ച ഈ നാട്ടിലെ ആ ചോദ്യത്തിനൊക്കെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ബഹുമാനപ്പെട്ട മന്ത്രി, ബഹുമാനപ്പെട്ട സ്ഥാനാർത്ഥി തന്നെ അതേ സംബന്ധിച്ച് ഇവിടെയുള്ള ഒരു മാധ്യമ പ്രവർത്തകരോട്
പറഞ്ഞ മറുപടിയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു. അപ്പോ അത് നിങ്ങൾക്ക് വ്യക്തമാകുന്നില്ലെങ്കിൽ അത് കൈരളിയുടെ മാത്രം പ്രശ്നമാണ്, അത് മറ്റാരുടെയും പ്രശ്നമല്ല. അല്ല, അത് വ്യക്തമായി ഈ മണ്ഡലത്തിലെ വോട്ടർമാരോട്, മലപ്പുറം ജില്ലയിലെ ജനങ്ങളോട്, കേരളത്തിലെ ജനങ്ങളോട്, മലയാള ഭാഷ മനസ്സിലാകുന്നവരോട് മലയാളത്തിൽ പറഞ്ഞു. ഞാൻ കൈരളിയോടും ദേശാഭിമാനിയോടും വളരെ സ്നേഹത്തോടു കൂടി പറയാം. നമ്മൾ ഈ കുമ്പളങ്ങി നൈറ്റ്സ് പറഞ്ഞതുപോലെ എന്തെല്ലാം ചെയ്തിട്ടും മെനയാകുന്നല്ലോ സജി എന്ന് പറയുന്ന അവസ്ഥ നിങ്ങളുടെ ഒന്ന് പറയട്ടെ. അതായത് നിങ്ങളാവുന്നേ മുസ്ലിം ലീഗിനെ നന്നായി പ്രകോപിപ്പിക്കാനും എന്നാ ഒന്ന് വീഴ്ത്താനും ഒക്കെ നോക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ലീഗിനെ പറ്റി ധാരണയില്ലാഞ്ഞിട്ടാ. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കുമ്പോൾ അത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയല്ല, ലീഗിന്റെ സ്ഥാനാർത്ഥിയാണെന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ ആ പാർട്ടിക്ക് ലിറ്റ്മസ് ടെസ്റ്റ് നടത്താനൊന്നും ഏത് PV അൻവറിനെ നിർത്തി ഒരു CPI-ക്കാരന്റെ കണ്ണീര് വീഴ്ത്തിയ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ മുഖപത്രത്തിനും അതിന്റെ ചാനലിന് കഴിയില്ല. ഏറനാടിന്റെ ചരിത്രത്തിലേക്ക് പോട്ടെ, ഈ മണ്ഡലത്തിൽ PV അൻവറും കൂടെ മത്സരിക്കാൻ വരുമ്പോൾ CPI എന്ത് നിലപാടെന്ന് നമുക്ക് കാണാം, ഒന്ന് കാണട്ടെ. കാരണം ഇതേ PV അൻവർ പറയട്ടെ, മറുപടി പറയട്ടെ. ഇതേ PV അൻവർ ഏറനാട്ടിൽ മത്സരിച്ചപ്പോ, സ്വതന്ത്രമായി മത്സരിച്ചപ്പോ ഒരു പാവപ്പെട്ട CPI-ക്കാരന് 2000 വോട്ട്, ബാക്കി മുഴുവൻ വോട്ടും ആ പാവപ്പെട്ടവനെ ബലിയാടാക്കിയിട്ട് അപ്പുറത്ത് കൊണ്ട് ചെയ്തു കൊടുത്തു. അതിന്റെ കടം CPI നിലമ്പൂരിൽ വിട്ടു. നോക്കിക്കൊണ്ടു. അല്ല, കൈകളിക്കാരൻ ഒറ്റക്കാരി പാണക്കാട് തങ്ങൾ അല്ലല്ല, ഒരു മിനിറ്റ് പാണക്കാട് തങ്ങൾ യോഗി ആദിത്യനാഥാണ് എന്ന് പറഞ്ഞത് നിങ്ങളുടെ CPM പാർട്ടി സെക്രട്ടറിയാണ് അല്ലെ? യോഗി ആദിത്യനാഥിനെ പോലെ പാണക്കാട് തങ്ങളെ ഉപമിച്ച ഒരു രാഷ്ട്രീയ നേതാവ് കേരളത്തിൽ വേറെ ഇല്ല. അങ്ങനെ ആ കേരളത്തിൽ വേറെ ഇല്ല. അപ്പൊ അതുകൊണ്ട് പാണക്കാട് തങ്ങളുടെ സ്നേഹമൊക്കെ ഈ മണ്ഡലത്തിലെ വോട്ടർമാർക്ക് മനസ്സിലാകും. അത് കൈകളിക്കാതെ മനസ്സിൽ വെച്ചാണ്. കേട്ടില്ല. നിസ്സാരമായി തോൽപ്പിക്കാന്നല്ല, ഒരാളുടെ വോട്ട് കൂടെ കൂടുതൽ കിട്ടിയാൽ നിങ്ങൾക്ക് വിഷമുണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, ഒരാളുടെ വോട്ടും കൂടെ കൂടുതൽ കിട്ടിയാൽ നിങ്ങൾക്ക് വിഷമുണ്ടാവും. ഞങ്ങൾക്ക് വിഷമില്ലെന്നേ. ഞങ്ങള് ഒരാളുടെ കൂടെ കൂടുതൽ വോട്ട് കിട്ടിയാൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഒരാളുടെ കൂടെ കൂടുതൽ വോട്ട് കിട്ടിയാൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. പിണറായി സത്തിനെതിരായിട്ട് ഇനിയും അതൊന്നുമില്ലേലും ജയിക്കും. അതൊന്നുമില്ല. ആധികാരികമായ ഭൂരിപക്ഷത്തിൽ, നിലമ്പൂരിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ നിലമ്പൂരിൽ ഞങ്ങൾ ജയിക്കും. അതിനകത്തൊന്നും തർക്കം വേണ്ട. അതൊക്കെ അദ്ദേഹം തന്നെ കൃത്യമായി അതിനൊക്കെ അദ്ദേഹം കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന മാധ്യമപ്രവർത്തകരോട് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അല്ല, ഇവിടെ ഇരിക്കുന്ന ഞാൻ പറയുന്നത്, ഈ സ്ഥാനാർത്ഥി UDF-ന്റെ സ്ഥാനാർത്ഥി അതേ സംബന്ധിച്ച് തന്റെ നിലപാട് വ്യക്തമായി പറഞ്ഞു. അദ്ദേഹത്തിന്റെ നിലപാട് എന്താണ്? അദ്ദേഹം പറഞ്ഞു, പാണക്കാട് തങ്ങന്മാരുടെ അനുഗ്രഹമാണ് എന്റെ സ്ഥാനാർത്ഥിത്വത്തിന് ഞാൻ ഏറ്റവും വലിയ മുതൽക്കൂട്ടായി കാണുന്നത്. അപ്പൊ ഞാൻ നിലപാട് പറയുന്നത് ഇപ്പോഴും ജനങ്ങളുടെ എല്ലാം മുന്നിൽ നിൽക്കുന്ന മൂന്ന് പരാമർശങ്ങൾ ഇപ്പോഴും ജനങ്ങളുടെ എല്ലാം മുന്നിൽ വളരെ ലൈവായി ചർച്ച ചെയ്യപ്പെടുന്ന 3 പരാമർശങ്ങൾ. ഞങ്ങൾ അത്തരം പരാമർശങ്ങളൊന്നും ഒരു പൊതു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല. അല്ല, മുഖ്യമന്ത്രി അല്ല, ഞങ്ങൾ വർഗീയമായിട്ട് നടത്തിയൊരു ക്യാമ്പയിൻ അങ്ങ് പറയും. അങ്ങ് ഞങ്ങൾ നടത്തിയ വർഗീയമായ ഒരു ക്യാമ്പയിൻ അങ്ങ് പറയും. ഇതാണ് ഞങ്ങളുടെ വർഗീയ ക്യാമ്പയിൻ എന്ന് പറയും. ഏതാണ്? മുഖ്യമന്ത്രിക്ക്, എന്റെ പൊന്നു സഹോദരൻ, മുഖ്യമന്ത്രിക്കെതിരെ നടത്തിയ വർഗീയ ക്യാമ്പയിൻ ആണ് പറഞ്ഞ മുഖ്യമന്ത്രി പറഞ്ഞ സ്റ്റേറ്റ്മെന്റാണ് പറയുന്നത്. അതപ്പോ വർഗീയമാണെന്ന് നിങ്ങൾ സമ്മതിച്ചാൽ മതി. പഴയ ജനസംഘത്തിന്റെ ഹാങ് ഓവർ മുഖ്യമന്ത്രിക്ക് മാറിയിട്ടില്ല എന്ന് അങ്ങ് സമ്മതിച്ചാൽ മതി. 77 തെരഞ്ഞെടുപ്പിൽ ജനസംഘത്തിന്റെ സ്ഥാനാർത്ഥിയെ മത്സരിച്ചതിന്റെ, മുന്നണി സ്ഥാനാർത്ഥിയെ മത്സരിച്ചതിന്റെ ഹാങ് ഓവർ 2025 ആണ്ടിലും കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് മാറിയിട്ടില്ലെന്ന് അങ്ങ് പറഞ്ഞാൽ മതി. ഞങ്ങൾ ഒരു വർഗീയതയും പറഞ്ഞില്ല. ഞങ്ങൾ എന്താ പറഞ്ഞത്? കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ 2 സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ അങ്ങ് തന്നെ പറയുക UDF വർഗീയത പറയുന്നു എന്ന് പറഞ്ഞാൽ എത്രമാത്രം ഹീനമായ വർഗീയതയാണ് പിണറായി വിജയൻ പറഞ്ഞത്. ഞങ്ങൾ പിണറായി വിജയൻ പറഞ്ഞ വർഗീയ പരാമർശമല്ലാതെ, ഒരു പ്രദേശത്തെ ജനങ്ങളെ അധിക്ഷേപിക്കുന്ന പരാമർശമല്ലാതെ ഞങ്ങളുടേതായ ഒറ്റ വാക്ക് പറഞ്ഞു? മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് അല്ലാതെ ഞങ്ങളുടേതായ ഒറ്റ വാക്ക് പറഞ്ഞു? ഇല്ലല്ലോ. അപ്പൊ മുഖ്യമന്ത്രിയുടെ വാക്ക് പറയുമ്പോ അത് വർഗീയതയാണ് എന്ന് ദേശാഭിമാനിക്കും കൈരളിക്കും വരെ തോന്നുന്നുണ്ട് എങ്കിൽ ഈ നാട്ടിൽ അതൊന്നും അല്ലാത്ത സാധാരണക്കാരായ മനുഷ്യന്മാർക്ക് എത്രമാത്രം അത് ഹർട്ടായിട്ടുണ്ടാകും? നമുക്ക് തർക്കമൊന്നും വേണ്ടാലോ. 23-ാം തീയതി കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കം നടത്തിയിട്ടുള്ള വിഭജന രാഷ്ട്രീയത്തിന്റെ, ഈ സ്ഥാനാർത്ഥി അടക്കം നടത്തിയിട്ടുള്ള വിഭാഗീയ രാഷ്ട്രീയത്തിന്റെ കൃത്യമായ ഫലം 23-ാം തീയതി.
ഇങ്ങനെയാണ് ഈ പത്രസമ്മേളനം തുടങ്ങുന്നതിന് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട അപാകതകൾ പറഞ്ഞിട്ടാണ്. പിന്നീട് വന്നത് ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ്. ആ ചോദ്യങ്ങൾക്കുള്ള മറുപടിയിലും ശ്രീ എം സ്വരാജ് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ രണ്ടും പറഞ്ഞിട്ടില്ല. ശ്രീ എം സ്വരാജ് പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ ഇപ്പോഴും അന്തരീക്ഷത്തിലുണ്ട്. എന്തെല്ലാമാണ് ദൈവങ്ങളെ പറ്റി, അത് വർഗീയമെന്ന് പോലും പറയാൻ പറ്റില്ല. എല്ലാ ദൈവങ്ങളെ പറ്റി എന്തൊക്കെയാണ് ആക്ഷേപിച്ചിട്ടുള്ളത്, അതിലൊക്കെ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം പ്ലേസ് ചെയ്തു. ഒറ്റ കാര്യം ഒന്ന് പൂർത്തീകരിക്കട്ടെ. ഒറ്റ കാര്യം ഞങ്ങൾ പറയുന്നത് എന്താ, വികസനത്തെ പറ്റി അല്ല, ചോദ്യത്തിന് മറുപടി പറയട്ടെ. ഇത് കൈരളി ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക, ഞങ്ങൾ മറുപടി പറയാതിരിക്കുക, അതല്ല വ്യവസ്ഥ. അല്ല, ഞങ്ങൾ പറയട്ടെ, ഞങ്ങൾ പത്രസമ്മേളനമല്ലേ, മാധ്യമ സമ്മേളനമല്ലേ, ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാനല്ലേ ഞങ്ങൾ വന്നത്. അല്ല, പറയട്ടെ, ഞങ്ങൾ പൂർത്തീകരിക്കട്ടെ. അപ്പൊ അത് വികസനത്തെ പറ്റി പറയുമ്പോ അതിന് ഈ സർക്കാരിന് വികസനത്തെ പറ്റി എന്താ പറയാനുള്ളത്? ഈ സർക്കാരിന് ഈ മലപ്പുറം ജില്ലയിലൂടെ പോകുന്ന ഏക സർക്കാരിന്റെ ക്യാമ്പയിന്റെ വികസനം ദേശീയപാതയാണ്. ആ ദേശീയപാത പൊളിഞ്ഞു കിടക്കുമ്പോ ഇപ്പൊ നമ്മൾ അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ പറയുന്നത് ഇത് ഞങ്ങളുടെ അല്ലാതെ നിതിൻ ഗഡ്കരിയുടെ ആണെന്ന് പറയും. ആ നിതിൻ ഗഡ്കരിയെ വിമർശിക്കുമ്പോ മുഹമ്മദ് റിയാസ് വന്നിട്ട് തുള്ളൽ കയറിയിട്ട് മറുപടി പറയുന്നു. ഇതിനൊക്കെയാണ് വിമർശിക്കുന്നത്. ഞങ്ങളിവിടെ ചർച്ച ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, 9 വർഷക്കാലമായി CPM-ന്റെ സർക്കാർ, ഇടതുപക്ഷത്തിന്റെ സർക്കാർ ഇവിടെ കാട്ടിയ വികസന വിരുദ്ധത. ഒന്ന്. രണ്ട്, ഒരു പ്രദേശത്തെ ജനങ്ങളെ വിഭാഗീയമായി ചിത്രീകരിച്ച് വക്രീകരിച്ച് അവർക്കെതിരായിട്ട് നടത്തിയ കടന്നാക്രമം. ഇത് രണ്ടും ഞങ്ങൾ ചർച്ച ചെയ്യും. ഞങ്ങൾ എന്തൊക്കെ ചർച്ച ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോ. ഒന്ന്, നിങ്ങൾ പറഞ്ഞ മുഖ്യമന്ത്രി അതിനെ തള്ളി പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? കേരള നിയമസഭയിലടക്കം ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ആ വിഷയം ചർച്ച ചെയ്യാൻ അനുമതി നിഷേധിച്ച ഒരു സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, യൂത്ത് ലീഗും യൂത്ത് കോൺഗ്രസും ഈ വിഷയത്തിൽ പരാതി കൊടുത്തു. മുഖ്യമന്ത്രിക്ക് അതിനകത്ത് പങ്കില്ല എങ്കിൽ കാരണം ഒരു ജില്ലക്കെതിരെ വർഗീയമായ പരാമർശം മുഖ്യമന്ത്രി നടത്തി എന്ന് ഇന്ത്യയിലെ തന്നെ പ്രമുഖമായ ഒരു പത്രം അഭിമുഖമായി കൊടുക്കുമ്പോൾ ആ അഭിമുഖം മുഖ്യമന്ത്രി കൊടുത്തതല്ല എങ്കിൽ അതിന്റെ ഉത്തരവാദികൾക്കെതിരെ കേസെടുക്കണം എന്നൊരു നിലപാട് യൂത്ത് ലീഗും യൂത്ത് കോൺഗ്രസും സ്വീകരിച്ചപ്പോ എന്തുകൊണ്ടാണ് ഒരു FIR ഇടാൻ പോലും തയ്യാറാകാതിരുന്നത്? അപ്പോ ആ നിലപാട് മുഖ്യമന്ത്രിക്ക് അതിനോട് യോജിപ്പുണ്ട് എന്നല്ല അതിനർത്ഥം. ഞങ്ങൾ കൊടുത്ത പരാതിയിൽ ഞങ്ങൾക്ക് കിട്ടിയ മറുപടി എന്താണ്? ഇതിൽ കേസെടുക്കാൻ വകുപ്പില്ല. അപ്പൊ ആരെയാണ് സംരക്ഷിക്കുന്നത്? അപ്പൊ മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞു എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ്. മൂന്നാമത്തത്, AK ആന്റണിയുടെ പരാമർശം, ന്യൂനപക്ഷങ്ങൾ സമ്മർദ്ദം ചെലുത്തുന്നില്ല എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ്? സമ്മർദ്ദം എന്ന് പറയുന്നത് എങ്ങനെയാണ് വർഗീയമാകുന്നത്? മലപ്പുറം ജില്ലയുടെ ഉള്ളടക്കം വർഗീയമാണ് എന്ന് പറയുന്നത് പോലെ, ന്യൂനപക്ഷ വർഗീയതയാണ് പ്രിയങ്ക ഗാന്ധിയെ ജയിപ്പിച്ചത് എന്ന് പറയുന്നത് പോലെ, മലപ്പുറത്തുള്ളവർ ഭീകരവാദ പ്രവർത്തനത്തിന് സ്വർണം കടത്തുന്നു എന്ന് പറയുന്നത് പോലെയുള്ള ഒരു പരാമർശമാണ് ന്യൂനപക്ഷങ്ങൾ സമ്മർദ്ദം ചെലുത്തരുത് എന്ന് പറഞ്ഞാൽ അതിനെങ്ങനെയാ സമീകരിക്കാൻ കഴിയുക? അപ്പൊ നിങ്ങൾ എന്ത് സ്റ്റേറ്റ്മെന്റുകൾ കൊണ്ടുവന്നാലും മുഖ്യമന്ത്രി മലപ്പുറം ജില്ലക്കെതിരെ പറഞ്ഞ ഈ പരാമർശങ്ങളെ വെള്ളപൂശാൻ കഴിയില്ല. അറബിക്കടലിലെ സുഗന്ധങ്ങൾ, അറേബ്യൻ രാജ്യങ്ങളിലെ മുഴുവൻ സുഗന്ധവും എടുത്താലും ആ കറ അവിടെ തന്നെ കിടക്കും. ഒരു സംശയം വേണ്ട. ഒന്നാം വർഷം ഒന്നിച്ചൊന്നായി ആഘോഷിക്കാം. 1000 രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന 50 ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് കോയിനുകൾ വീതം സ്വന്തമാക്കാം. Shreyas Bags is ready to welcome the new academic year with new trending bags, excellent after-sale service and warranty when buying bags. Shreyas Bags, Chungattara, New Bus Stand, Edakara.